പശ്ചിമ ബംഗാളിൽ നേടിയ 18 സീറ്റ് നിലനിർത്താനും കൂടുതൽ സീറ്റുകൾ നേടാനും വേണ്ട എളുപ്പവഴി ബി.ജെ.പിക്ക് മമതയും കോൺഗ്രസും കൂടി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. മമത രാഹുൽ തമ്മിൽ പോരിൽ തകർന്നിരിക്കുന്നത് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സഖ്യമാണ്. രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയെ പരിഹസിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുലിന്റെ പേര് എടുത്തു പറയാതെയായിരുന്നു വിമർശനം. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഷം മുഴുവൻ ഇവിടെയുള്ള ആളെ തിരഞ്ഞെടുക്കുമോ അതോ ദേശാടന പക്ഷിയെ പോലെ പ്രത്യക്ഷപ്പെടുന്ന ആളെ തിരഞ്ഞെടുക്കുമോ എന്നായിരുന്നു മമതയുടെ ചോദ്യം. മുൻപും രാഹുലിനെതിരെ മമതാ ബാനർജി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഓരോ സ്ഥലങ്ങളിലും സന്ദർശിക്കുന്ന പ്രത്യേകതരം രാഷ്ട്രീയക്കാരനാണ് രാഹുൽ എന്നായിരുന്നു മമത പറഞ്ഞത്. ഇതോടെ ബി.ജെ.പിക്കെതിരെ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മമത അകലം പാലിക്കുകയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. ബംഗാളിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ലെന്നും ഉറപ്പായി. ബംഗാളിലെ CPM-ന്റെ പക മുഴുവൻ ബി.ജെ.പിയോടല്ല, മമതയോടാണ്. തങ്ങളെ ബംഗാളിൽ നിന്നും ഇല്ലായ്മ ചെയ്യുവാൻ മമത കൊണ്ടുവന്ന ക്രൂര മാർഗങ്ങൾക്ക് എണ്ണി കണക്കു പറയാൻ ഒരുങ്ങുകയാണ് CPM. ഇത് ബാധിക്കുക മമതയുടെ വിജയ പ്രതീക്ഷയായിരിക്കും. അതേസമയം ബംഗാളിൽ വീണ്ടും സീറ്റ് വിഭജനത്തിന് സാധ്യത തേടിയെത്തിയ കോൺഗ്രസ് നിലപാടിനെയും മമത തള്ളിയിരിക്കുകയാണ്. സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സീറ്റ് വിഭജനത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി പരസ്പരം സ്വീകാര്യമായ ധാരണയിൽ എത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞത്. ഇത് തള്ളിക്കൊണ്ടാണ് മമതയുടെ ഈ പരാമർശം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം രൂപീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് തള്ളിയത് കോൺഗ്രസ് തന്നെയാണെന്നും മമത ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസ് ഒരു സഖ്യത്തെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം തള്ളിയത് കോൺഗ്രസ് തന്നെയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ സഹായിക്കാനാണ് കോൺഗ്രസ് CPM-നൊപ്പം ചേർന്നത്. ബംഗാളിൽ കോൺഗ്രസുമായി സീറ്റ് വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ഇതിന്റെ പ്രധാന കാരണം ഇടതുപക്ഷത്തിന്റെ ഇടപെടലുകളാണ്. ആരുടെയും സഖ്യം ചേരാതെ തന്നെ ഒറ്റയ്ക്ക് പോരാടി വിജയിച്ച് കാണിച്ചു കൊടുക്കുമെന്നും മമത പറയുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.